ഈ വാച്ച് ഫേസ് കണ്ടോ, ഇതിൽ ഇപ്പോൾ നമസ്കാര സമയം ആ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈശ കഴിഞ്ഞിട്ട് 33 മിനിറ്റായി. ഈശ 7:15 അടുത്തത് ഖിയാം തഹജ്ജുദിൻ്റെ സമയമാണ് കാണിക്കുന്നത്. 4 മണിക്കൂർ 52 മിനിറ്റ് ഉണ്ട്. 12:39. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജമാഅത്ത് നഷ്ടപ്പെടാതെ നമുക്കിതിൽ പെട്ടെന്ന് അറിയാൻ കഴിയും. അതുപോലെ അടുത്ത വഖത്ത് നമസ്കാരത്തിൻ്റെ സമയം അറിയാൻ പറ്റും. പ്രത്യേകിച്ച് റമളാനിലൊക്കെ ആണെങ്കിൽ ഇടയത്താഴം നോമ്പ് മുറിക്കുന്നതിന് മുമ്പുള്ള സമയമൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമ്മൾ ഫോണെടുത്ത് ഓരോ പ്രാവശ്യം നോക്കുന്നതിനേക്കാളും നമ്മുടെ കയ്യിൽ നോക്കുന്നതായിരിക്കും ഇടയത്താഴത്തിന് നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ എളുപ്പം അല്ലേ. പിന്നെ അത് നമ്മൾ തിരക്കിലോ ജോലിയിലോ വാഹനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ. അതുപോലെ സമയം, പിന്നെ താഴെ സ്റ്റെപ്സ്, മുകളിൽ വെതർ, ഡേറ്റ്, ദിവസം, ബാറ്ററി, ഹാർട്ട് റേറ്റ്. ഇതിപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലാണ്. ഇതിൻ്റെ ആക്റ്റീവ് ഡിസ്പ്ലേ ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ആക്റ്റീവ് ഡിസ്പ്ലേ, കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി ക്ലാസിക് 6 എന്ന വാച്ചാണ്. നമുക്ക് ആൻഡ്രോയിഡ് വെയർഓയ്സ് വരുന്ന ഏതൊരു വാച്ചിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഗാലക്സിയുടെ വാച്ച് ഫേസാണ്. ഗാലക്സി 7 ക്ലാസിക്കിൻ്റെയാണ്. ഇപ്പോൾ ഗാലക്സി വാച്ച് 6, 4, 5, 7, 8 എല്ലാത്തിലും ഇത് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് പറ്റുന്നതെന്ന് കാണാൻ, എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഏതൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ വിഡ്ജറ്റ്സ് നമ്മളിതിലേക്ക് മുന്നിലേക്ക് ഇടുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പക്ഷേ അതിന് മുന്നേ അപ്പോൾ ആ നമസ്കാര സമയത്തിൻ്റെ ഒക്കെ വരുന്നതിൻ്റെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഡ്ജറ്റായിട്ട് ഇടാൻ പറ്റും. പിന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമസ്കാര സമയം എല്ലാം അതിൽ വരും. അതിൽ നമുക്കിത് നമസ്കാര സമയം റീജിയൻ അനുസരിച്ച്, ഇപ്പം ഏരിയ അനുസരിച്ച് കൊടുക്കും. അതിനോടൊപ്പം കാണിക്കുന്നതിനോടൊപ്പം നമുക്ക് പള്ളിയിലോ എന്തെങ്കിലും നമുക്ക് നമസ്കാര സമയത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പ്രയർ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഇവിടെ നമുക്കിതിൻ്റെ അറബിക്, അതായത് ഹിജ്രി ഡേറ്റ്, ഗ്രിഗോറിയൻ ഡേറ്റുമായിട്ട് ഉള്ള കലണ്ടർ നമുക്കുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിബില ഫൈൻഡർ ഉണ്ടാവും. കിബില ഫൈൻഡർ ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങോട്ടാണ് കിബില വരുന്നത്. കിബില ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഈ ആപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഫോണിലും കൂടി ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റുകളും വീഡിയോയും കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കിയിടുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പുതിയ ഉപയോഗിച്ചത് ഞാനിപ്പോൾ മാക്രോ ലെൻസിലോട്ട് സ്വിച്ച് ചെയ്തേക്കുന്നുണ്ടാണ്. ദൂരോട്ട് പോകുമ്പോൾ ഒരു മങ്ങരം കൃത്യമായിട്ട് കാണുന്നില്ല. ഓക്കെ, മറ്റേ വീഡിയോയ്ക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഓണാക്കിയിടുക. ഓക്കെ, താങ്ക് യു.